അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിന്റെ ഭാഗമായി കൊളംബിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുമായി യുഎസിന്റെ സൈനിക വിമാനം രാജ്യത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കില്ലെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്റ്റാവോ പെട്രോ പ്രഖ്യാപിച്ചു. കൊളംബിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ക്രിമിനലുകളായി യുഎസ് കണക്കാക്കാൻ പാടില്ലെന്നും തിരികെ അയക്കുന്ന കൊളംബിയൻ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രോട്ടോകോൾ പാലിക്കണമെന്നുമാണ് കൊളംബിയൻ പ്രസിഡന്റ് എക്സിൽ കുറിച്ചത്. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരായ കൊളംബിയൻ പൌരന്മാരെ സർക്കാർ സ്വീകരിക്കാൻ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സൈനിക വിമാനം അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കരാർ ലംഘനമാണെന്നും അറിയിച്ചു. വ്യാഴാഴ്ച മുതലാണ് അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്തെത്തിക്കുവാനുള്ള നടപടി വൈറ്റ് ഹൌസ് ആരംഭിച്ചതായി അറിയിച്ചത്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിന ലെവിറ്റ് വ്യാഴാഴ്ച അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ക്രിമിനലുകളായ 538 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും സൈനിക വിമാനത്തിലേക്ക് നീക്കുകയും ചെയ്ത വിവരമാണ് പങ്കുവച്ചത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ മറ്റൊരു രാജ്യമായ കോട്ടിമാലായിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3 സൈനിക വിമാനം ഇറങ്ങി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അറിയിച്ചതനുസരിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് ആദ്യഘട്ടമായി രാജ്യത്തിന് പുറത്താകുന്നത്. സൌത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് കൊളംബിയ. യുഎസുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണിതെങ്കിൽ പോലും അനധികൃത കുടിയേറ്റക്കാരെ ക്രിമിനലുകളായി കണക്കാക്കി നാട് കടത്തുന്നതിനോടുള്ള വിയോജിപ്പാണ് ഗുസ്റ്റാവോ പെട്രോ പ്രകടിപ്പിച്ചത്. ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിന് പിന്നാലെ കൊളംബിയയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 50% താരിഫ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കൊളംബിയയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും താരിഫ് വർദ്ധിപ്പിച്ച് തിരിച്ചടി നൽകിയിരിക്കുകയാണ്.